കേരളം ഇപ്പോൾ പുതിയൊരു ഭരണമാറ്റത്തിനായി കാത്തിരിക്കുകയാണ്. ഏപ്രിൽ മാസം പകുതി പിന്നിടുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മെയ് മാസത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടം എന്തായിരിക്കും? മെയ് മാസത്തെ പെൻഷൻ വിതരണവും അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യമെടുത്താൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 5 മാസത്തെ പെൻഷൻ തുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിർമ്മാണ തൊഴിലാളികൾക്ക് ഇനിയും വലിയൊരു തുക കുടിശ്ശികയായി ലഭിക്കാനുണ്ട്. നിർമ്മാണ തൊഴിലാളികളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ബാക്കി കുടിശ്ശിക എന്ന് ലഭിക്കും എന്നതാണ്. പുതിയ സർക്കാർ അധികാരമേറ്റാലുടൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം LDF, UDF, NDA എന്നീ 3 മുന്നണികളും തങ്ങളുടെ പ്രകടന പത്രികയിൽ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. നിലവിലെ 2000 രൂപയിൽ നിന്ന് 1000 രൂപയുടെ വർധനവാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും പെൻഷൻ വർധനവ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം നടത്തുന്ന ആദ്യ ബജറ്റിലോ അല്ലെങ്കിൽ പ്രത്യേക മന്ത്രിസഭാ തീരുമാനത്തിലൂടെയോ ആയിരിക്കും ഈ വർധനവ് പ്രഖ്യാപിക്കുക. നിലവിൽ ക്ഷേമ പെൻഷൻ തുക 2000 രൂപയാണ്. ഏപ്രിൽ മാസത്തെ വിതരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നേരത്തെ പൂർത്തിയാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.